ഇനി നമുക്ക് പഠിക്കാനുള്ള മിഡ് ബ്രെയിൻ ആണ് കേട്ടോ. മിഡ് ബ്രെയിൻ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ബിറ്റ്വീൻ ദ ഫോർ ബ്രെയിൻ ആൻഡ് പോൺസ് റീജിയൻ ഓഫ് ഹിൻഡ് ബ്രെയിൻ. കുറച്ചും കൂടെ എക്സാക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ദ മിഡ് ബ്രെയിൻ ഈസ് എ റീജിയൻ ഇൻ ബിറ്റ്വീൻ തലാമസ് ഓർ ഹൈപ്പോതലാമസ് ഓഫ് ഫോർ ബ്രെയിൻ ആൻഡ് പോൺസ് ഓഫ് ഹിൻഡ് ബ്രെയിൻ. അതായത് ഫോർ ബ്രെയിൻ്റെ തലാമസിൻ്റെയോ ഹൈപ്പോതലാമസിൻ്റെയും അതുപോലെ തന്നെ ഹിൻഡ് ബ്രെയിൻ്റെ പോൺസിൻ്റെ ഇടയിൽ കാണുന്നതാണ് എന്ത് മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. മിഡ് ബ്രെയിൻ ത്രൂ ദാറ്റ് ദ corpora cerebral aqueduct canal is passing. നമ്മൾ ഓൾറെഡി പറഞ്ഞു. And we can see there is a kind of dorsal portion of this midbrain. It has a swelling, four-lobed swelling that is called as corpora quadrigemina. അത് മാമൽസിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് കേട്ടോ, കോർപ്പോറ ക്വാഡ്രിഗമീന എന്ന് പറയുന്നത്. അതുപോലെ ആംഫിബിയൻസിൽ കാണുന്നത് കോർപ്പോറ ബൈഗമീന എന്ന് പറയുന്ന സ്ട്രക്ചർ ആണ്. ആംഫിബിയൻസിൽ എന്താണ് കോർപ്പോറ ബൈഗമീന. Here we can see the function of this midbrain is nothing but connecting the hindbrain and forebrain. Forebrain hindbrain തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കുന്നതാണ് ഈ പറയുന്ന മിഡ് ബ്രെയിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ ഇവിടെ ഒരു സെന്റൻസ് കൊടുത്തിട്ടുണ്ട്, മിഡ് ബ്രെയിൻ ആൻഡ് ഹിൻഡ് ബ്രെയിൻ ടുഗദർ കോൾഡ് ആസ് ബ്രെയിൻ സ്റ്റെം. ഞാൻ പറഞ്ഞല്ലോ ഹിൻഡ് ബ്രെയിൻ്റെ സെറിബെല്ല ഇല്ലാത്ത ബാക്കി ഭാഗങ്ങളാണ് ബ്രെയിൻ സ്റ്റെമ്മിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ എങ്ങാനും നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു ഓപ്ഷനാണ് തരുന്നതെങ്കിൽ യു ക്യാൻ സെലക്ട് ദിസ് വൺ മിഡ് ബ്രെയിൻ ആൻഡ് ഹിൻഡ് ബ്രെയിൻ ടുഗദർ കോൾഡ് ആസ് the brain stem. Okay, that is all about midbrain. Okay, next one is hindbrain. Hindbrain le കാണുന്ന മൂന്ന് region pons, cerebellum and medulla. ഓക്കെ, പോൺസും സെറിബെല്ലവും മെഡുലയും കൂടെ കൂടിയതാണ് ഹിൻഡ് ബ്രെയിൻ്റെ ഭാഗം. മെഡുലയ്ക്ക് നമുക്ക് മെഡുല ഒബ്ലോങ്കേറ്റ എന്നുള്ള ടേമും കൂടെ യൂസ് ചെയ്യാം. അതുപോലെ പോൺസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഫൈബർ ട്രാക്ട് ദാറ്റ് ഇന്റർകണക്ട് ഡിഫറെൻറ്റ് റീജിയൻസ് ഓഫ് ദ ബ്രെയിൻ. ബ്രെയിനിൻ്റെ പല ഭാഗങ്ങൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന നെർവ് tract it is present in the pons. And cerebellum has a very convoluted surface, like it will be having a very folded structure to increases the surface area. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് സെറിബ്രത്തിന്റെ തൊട്ട് താഴെ സൈസ് വെച്ച് പിന്നെ നിൽക്കുന്നത് എന്താണ് സെറിബെല്ലാണ് അല്ലേ. അതേപോലെ മെഡുല്ല ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് മെഡുല്ല ഒബ്ലോങ്കേറ്റ ആൻഡ് ഇറ്റ് ഈസ് കണക്ടിങ് ദ ബ്രെയിൻ വിത്ത് ദ സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡിനെ ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കുന്നത് മെഡുല്ലയാണ് കേട്ടോ. അതേപോലെ the medulla it contains centers which control the respiration, cardiovascular reflexes and gastric secretion. These are the functions of this medulla region. Now we will see one by one, like pons. What is the function of pons? Pons in the function എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Pons it is present in front of the cerebellum. cerebellത്തിന്റെ മുമ്പിൽ കാണുന്നതാണ്. below the midbrain, seen in front of cerebellum and it is seen just below the midbrain. Okay, and we can see the it contains certain centers which will assist the medulla, that is which assist medulla, that is pneumotaxic center is an example for this. pneumotaxic center എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു റെസ്പിറേറ്ററി റിതം സെന്റർ ഏതാണ്? മെഡുല്ലയിൽ കാണുന്നതാണ് റെസ്പിറേറ്ററി റിതം സെന്റർ. ആ റെസ്പിറേറ്ററി റിതം സെന്റർ റെസ്പിറേറ്ററി റിതം ഉണ്ടാക്കുമെങ്കിൽ എത്രമാത്രം ഡീപ്പായിട്ട് നമ്മൾ റെസ്പയർ ചെയ്യണം, അതുപോലെ തന്നെ എത്ര റിലാക്സ് ചെയ്ത് നമ്മൾ റെസ്പയർ ചെയ്യണം, ദാറ്റ് വിൽ ബി കൺട്രോൾഡ് ബൈ ദിസ് ന്യൂമോടാക്സിക് സെന്റർ. അപ്പൊ ഈ മെഡുല്ല റീജിയനിലെ റെസ്പിറേറ്ററി റിതം സെന്ററിനെ അസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നതാണ് ന്യൂമോടാക്സിക് സെന്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്യൂടാക്സിക് സെന്റർ ഉണ്ട്, അതിന്റെ ഫംഗ്ഷൻ എന്താന്ന് കണ്ടുപിടിച്ചിട്ടില്ല കേട്ടോ. Now next one is pons region, next one is cerebellum region. Cerebellum region we already told it has more surface area as compared to other regions. After cerebellum is the bigger one. Next one, see the function of this one is the rapid muscular activities. It is controlled by cerebellum, and this include running, typing,
cycling, driving, even talking. എന്ന് പറഞ്ഞാല് പെട്ടെന്ന് നടക്കുന്ന ആക്ടിവിറ്റീസ് നമ്മൾ ചിന്തിച്ചിട്ട് ചെയ്യുന്നതല്ല, അതല്ലാത്ത ആക്ടിവിറ്റീസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? സെറിബെല്ലാണ്. സോ ദ റാപ്പിഡ് മസ്കുലർ ആക്ടിവിറ്റി ദാറ്റ് ഈസ് റണ്ണിങ് നമ്മൾ പെട്ടെന്ന് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ. അതേപോലെ തന്നെ ടൈപ്പിംഗ് ഇപ്പൊ നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു കാര്യം നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ ചിന്തിച്ചിട്ടല്ല എ എവിടെയാണ്, ബി എവിടെയാണ്, സി എവിടെയാണ് ചിന്തിച്ചിട്ടല്ല. We know where it is placed because of continuous learning and practice. അതുപോലെ തന്നെ സൈക്ലിംഗ്, നമ്മൾ സൈക്കിൾ ഓട്ടുന്ന ആൾക്കാര് ബാലൻസിലേക്ക് വീണ് പോകും അല്ലെ. അപ്പൊ ആ ബാലൻസിങ് ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? സെറിബെല്ലാണ്. അതുപോലെ തന്നെ ഡ്രൈവിംഗ്, ഈവൻ ടോക്കിംഗ്. ഇപ്പൊ നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രേക്കും ആക്സിലറേറ്ററും അതുപോലെ തന്നെ ഗിയറും, ബ്രേക്ക് എവിടെയാണ്, ആക്സിലറേറ്റർ എവിടെയാണ്, ഇങ്ങനെ നമ്മൾ തപ്പി നോക്കിയിട്ടല്ല നമ്മളത് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ ഈ ഓരോ കാര്യങ്ങളും നമ്മളത് പഠിച്ചു വെച്ചേക്കുന്നതാണ്. We know the position of it, automatically we will apply those things according to our need. നമ്മൾ ആവശ്യം അനുസരിച്ച് പെട്ടെന്ന് നമ്മൾ അപ്ലൈ ചെയ്യാവുന്നേ ഉള്ളൂ. അതല്ലാതെ നമ്മൾ തിങ്ക് ചെയ്തിട്ടല്ല അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. സോ ദീസ് ഓൾ വിൽ ബി കൺട്രോൾഡ് ബൈ സെറിബെല്ലം. ഓക്കെ. ആൻഡ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻവോളണ്ടറി ആക്ഷൻ ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിന്തിച്ച് ചെയ്യാതെ പെട്ടെന്ന് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ്. പക്ഷെ അത് ഓൾറെഡി നമ്മൾ പ്രാക്ടീസ് ചെയ്തതാണെങ്കിൽ മാത്രമാണ് അതങ്ങനെ വരുള്ളൂ കേട്ടോ. അല്ലാതെ ഒന്നും ചുമ്മാ നമ്മൾ പോയിട്ട് ഒരു ദിവസം വണ്ടി ഓടിക്കാന്ന് വിചാരിച്ചാൽ അങ്ങനെയൊന്നും നടക്കുന്ന കാര്യമല്ല. നമ്മൾ എന്താ പറയാ, പ്രാക്ടീസ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് അങ്ങനെ ഒരു ഇത് ഉണ്ടാക്കി വെച്ചതിന് അത്രയും ഫാസ്റ്റ് ആയിട്ട് ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി ആയതിനു ശേഷം മാത്രമാണ് ഈ സെറിബെല്ലത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഇതേപോലത്തെ ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ് അതിന്റെ എഫിഷ്യൻസിയിൽ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. ദ നെക്സ്റ്റ് വൺ ഈസ് മെഡുല. മെഡുലയുടെ ഫങ്ഷൻസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോട്ട് ഇറ്റ് ഡൗൺ. മെഡുല ഇറ്റ് കണ്ടെയ്ൻ ദ വൈറ്റൽ സെന്റേഴ്സ് ആസ് It contains the vital centers as cardiac, respiratory, vasoconstricted, cardiac, respiratory, vasoconstrictor. എന്താ vasoconstrictor എന്ന് പറയുന്നത്? ബ്ലഡ് വെസൽസ് അതിന്റെ ഡയമീറ്റർ കുറയ്ക്കുന്നത്, പ്രഷർ കൂട്ടാൻ വേണ്ടിയിട്ട് ഡയമീറ്റർ കുറയ്ക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് വാസോ കൺസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. വാസോ കൺസ്ട്രിക്ഷൻ, ഹാർട്ട് റേറ്റ്, BP is controlled by medulla, breathing, swallowing is controlled by medulla, salivation, vomiting, sneezing, coughing, these all controlled by medulla region. ഇതൊരിക്കൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. The vomiting center of our brain is medulla. Medulla is the vomiting center. Okay. So hindbrain, it has 3 different regions, that is cerebellum, medulla and pons region. So the function of these all I have given here. Pons, it is in front of the cerebellum and below the midbrain, and this pons region it contain certain centers which assist the medulla oblongata. For example, for that is pneumotaxic center, and cerebellum, that will help in rapid muscular activities, that is running, typing, cycling, അതുപോലെ driving, even talking. ചില കാര്യങ്ങൾ നമ്മളിപ്പോൾ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഒരു കാര്യം കേട്ട് കഴിയുമ്പോൾ നമ്മൾ ചിന്തിച്ചിട്ട് ആൻസർ കൊടുക്കാത്ത ചില കാര്യങ്ങളുണ്ട് അല്ലെ. ചിലപ്പോൾ അത് എന്താ പറയാ, ആ സ്പോട്ടിൽ എനിക്ക് ചില ആളുകൾ പറയണേക്കാം എനിക്ക് സ്പോട്ടിൽ ആൻസർ വരില്ല. അതായത് ആ സെറിബെല്ലത്തിൽ നിന്ന് അങ്ങനെ സെറിബെല്ലത്തിൽ നിന്ന് വരുന്ന ആൻസർ എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഓൾറെഡി പ്രാക്ടീസ് ചെയ്ത് വെച്ചേക്കുന്ന ചില കുട്ടികൾ കണ്ടിട്ടുണ്ട്. നമ്മൾ എന്ത് പറഞ്ഞാലും തർക്കുത്തരം പറയും
തർക്കുത്തരം പറയുന്ന നല്ല കുട്ടികൾ, അതായത് അത് അവരങ്ങനെ ശീലിച്ചിട്ടില്ല, വീട്ടിലങ്ങനെ ശീലിക്കുന്ന കുട്ടികളാണ് അങ്ങനെ എന്താ പറയുക പെട്ടെന്ന് ബാക്ക് ആൻസർ കൊടുക്കുന്ന കുട്ടികൾ. അപ്പം ആ വീട്ടിൽ നിന്ന് അത് ശീലിച്ചു വെച്ചേക്കുന്നത്, ആ ശീലമാണ്, ആ ഹാബിറ്റാണ് ഇവിടെ സെറിബെല്ലത്തിൽ കാണുക. അതല്ലെങ്കിൽ നമ്മൾ ആലോചിക്കും എന്തൊക്കെ പറയാം എന്തൊക്കെ പറയരുത്, ഇത് ഞാൻ പറഞ്ഞ അബദ്ധാവോ, ഇത് ഞാൻ പറഞ്ഞാൽ അവരെങ്ങനെ ചിന്തിക്കും, അങ്ങനെ ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മോട്ടോ സ്പീച്ച് ഏരിയ എന്നാണ് വരുന്നത് കേട്ടോ. അപ്പം നമ്മൾ അറിയാതെ ഇൻവോളണ്ടറി ആയിട്ട് പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങൾ, ചിലപ്പോൾ അത് ആവശ്യമുള്ളതായിരിക്കാം, ചിലപ്പോൾ അത് നമുക്ക് ദൂഷ്യം ചെയ്യുന്നതായിരിക്കാം. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ സാധാരണ പ്രാക്ടീസ് ചെയ്ത് വയ്ക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെ വരുള്ളൂ. സോ ദാറ്റ് ഈസ് കൺട്രോൾഡ് ബൈ സെറിബെല്ലം റീജിയൻ. ദെൻ മെഡുല്ല, it is vital center as cardiac, respiratory, vasoconstrictor and heart rate, BP, breathing, swallowing, salivation, vomiting, sneezing, coughing, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? മെഡുല റീജിയൻ ആണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ മെഡുലയുടെ ഫംഗ്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം സലൈവേഷനും വോമിറ്റിങ്ങും സ്നീസിങ്ങും കോഫിങ്ങും അതൊക്കെ എവിടെ നടക്കുന്നതെന്നൊക്കെ ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ റെസ്പിറേറ്ററി റിതം സെന്റർ, ഇറ്റ് ഈസ് മെഡുല ഒബ്ലോങ്കേറ്റ. നമ്മൾ വേറെ ചാപ്റ്ററിലും പഠിക്കുന്നുണ്ട്. സോ വിൽ നോട്ട് ഫർഗെറ്റ് ഇറ്റ്. റിമൈനിങ് തിങ് വി ഹാവ് ടു റിമെമ്പർ. ഓക്കെ, സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദിസ് റീജിയൻ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. യു ഹാവ് ടു സ്റ്റഡി. നൗ there is a peculiar type of activity in our nervous system, that is reticular activity system or RAS. ഇനി ഒരു എന്താ പറയാ ഒരു സ്പെഷ്യൽ ആക്ടിവിറ്റി പ്രസന്റ് ഇൻ അവർ ബ്രെയിൻ, ദാറ്റ് ഈസ് റെറ്റിക്കുലാർ ആക്ടിവിറ്റി സിസ്റ്റം. റെറ്റിക്കുലാർ ആക്ടിവിറ്റി സിസ്റ്റം എന്ന് പറഞ്ഞാൽ വേറൊന്നല്ല, നമ്മളിപ്പോൾ എന്തെങ്കിലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോണ്ടിരിക്കാന്നിരിക്കട്ടെ, അപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് വന്നു, നമുക്ക് ആ ഡിസ്റ്റർബൻസ് മൈൻഡ് ചെയ്യാനുള്ള സമയമില്ല. അപ്പൊ എന്താ, നമ്മൾ ആ ഡിസ്റ്റർബൻസ് എന്ത് സൗണ്ട് ആണോ വരുന്നത് ആ സൗണ്ട് നമ്മൾ ഫിൽട്ടർ ചെയ്ത് പുറത്ത് കളയും. വി ജസ്റ്റ് വാണ്ടഡ് ടു ലിസൺ വാട്ട് എവർ ദ ടീച്ചർ ഈസ് സേയിങ് ഓർ വാട്ട് എവർ ദ പേഴ്സൺ, നമുക്ക് എന്താണ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആ സാധനം, ആ കാര്യം മാത്രം ശ്രദ്ധിക്കാൻ നമ്മൾ ശ്രമിക്കും, ബാക്കിനെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും. അപ്പം അങ്ങനെ അവോയ്ഡ് ചെയ്ത് കളയുന്ന, ഫിൽട്ടർ ചെയ്ത് കളയുന്ന ആ ഒരു സിസ്റ്റത്തിനാണ് റെറ്റിക്കുലാർ ആക്ടിവിറ്റി സിസ്റ്റം. അത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിലെ കാണുന്നതാണ് കേട്ടോ. അതായത് നമ്മുടെ വേണ്ടത് മാത്രം ലിസൺ ചെയ്ത് ബാക്കിനെ ഫിൽട്ടർ ഔട്ട് ചെയ്ത് കളയുന്ന ആ ഒരു തരത്തിലുള്ള ഒരു ഫിൽട്ടറിങ് എഫക്ട് ഓഫ് ദ ന്യൂറോൺസ്, ദാറ്റ് ഈസ് കോൾഡ് ആസ് റെറ്റിക്കുലാർ ആക്ടിവേറ്റിംഗ് ആക്ടിവിറ്റി സിസ്റ്റം. അത് നമ്മൾ റാസ് എന്ന് പറയും, RAS. ഓക്കെ, റെറ്റിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം, ആക്ടിവിറ്റി അല്ല, ആക്ടിവേറ്റിംഗ് സിസ്റ്റം. Okay, this is all about brain. Now we are going to see the reflex action and reflex arc. ഇത് വളരെ സിമ്പിൾ ആണ്. നമ്മുടെ സ്പൈനൽ കോഡ് മാത്രം, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ സ്പൈനൽ കോഡ് മാത്രം ഇൻവോൾവ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ചില ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ സാധാരണ റിഫ്ലെക്സ് ആക്ഷൻസ് അല്ലെങ്കിൽ സ്പൈനൽ കോഡ് മേജർ കൺട്രോളിങ് സെന്റർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ലോവർ ഓർഗാനിസത്തിലല്ല. അപ്പോൾ പശു അങ്ങനത്തെ ഉള്ള ഓർഗാനിസത്തിൽ, അല്ലെങ്കിൽ പട്ടി, അപ്പോൾ അതായത് മനുഷ്യന്റെ അത്രയും ഡെവലപ്ഡ് അല്ലാത്ത ഓർഗാനിസത്തിൽ, ഇപ്പൊ നമ്മൾ പശുവിന്റെ അടുത്തൊക്കെ വെറുതെ പോയി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പശുവിന് വെറുതെ ഇങ്ങനെ തലയൊന്ന് കിടക്കാൻ തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മേത്ത് മുട്ടും അല്ലേ. അതേസമയം ഇപ്പൊ നമ്മുടെ അടുത്ത് വേറൊരാൾ വന്നു നിന്നാൽ നമ്മൾ വേഗം അയാളെ സ്ലാപ്പ് ചെയ്യോ അല്ലെങ്കിൽ അയാളെ ഉപദ്രവിക്കോ അങ്ങനെയൊന്നും ചെയ്യില്ല. ബിക്കോസ് അവർ ബ്രെയിൻ ഈസ് വർക്കിംഗ്, their spinal cord is working. So they will do the reflex action, we will do the activity by thinking അല്ലെ. നോർമലി നമ്മൾ അങ്ങനെ ചെയ്യാറുള്ളൂ. അപ്പൊ റിഫ്ലെക്സ് ആക്ഷൻ നമ്മുടെ ബോഡിയിൽ എപ്പോഴാണ് നടക്കുന്നത്? നമ്മൾ എന്തെങ്കിലും ഒരു സാധനത്തിൽ വളരെ ഹോട്ട് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു ഒബ്ജക്റ്റിൽ കാല് ചവിട്ടുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മൾ നമ്മുടെ കാലിന്റെ അല്ലെങ്കിൽ കൈയിനെ പിൻവലിക്കുക അല്ലെ. ആ ഒരു ആക്ടിവിറ്റി നടക്കുന്നത് നമ്മുടെ ബ്രെയിനിന്റെ ഇൻവോൾവ്മെന്റോട് കൂടിയല്ല. ദാറ്റ് ഒക്കേഴ്സ് ഫ്രം ദ സ്പൈനൽ കോഡ്. നമുക്ക് ആ മെസ്സേജ് ആ സ്കെലറ്റൽ മസിലിലേക്ക് കൊടുക്കുന്നത് ഈ പറയുന്ന റിഫ്ലെക്സ് ആക്ഷൻ വഴിയാണ്. അതിനെയാണ് നമ്മൾ റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. So their reflex action only spinal cord will be involved. ഇനി നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഞാൻ വരയ്ക്കുന്നില്ല. I'll just show this in the textbook. So here, this is an example which has given for the reflex action. Here we can see the stimulus. നോക്കിക്കേ, ഇവിടെ വന്നിട്ട് ഒരു ഇതുകൊണ്ട് അടിക്കുകയാണ് ചെയ്യുക. അതായത് ഒരു ചെറിയ ഹാമർ വെച്ചിട്ട് ചുമ്മാ നമ്മുടെ മുട്ടുമേലേക്ക് തട്ടുന്നുണ്ട്. സോ ദ മസിൽ സ്പിൻഡിൽ ഓർ റിസെപ്റ്റർ ഇറ്റ് ഈസ് റിസീവിങ് ദാറ്റ് മെസ്സേജ്. അത് അഫറൻ പാത്ത് വേ വഴി, അഫറൻ ന്യൂറോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ന്യൂറോൺ വിച്ച് ഗിവ് മെസ്സേജ് ടു ദ ബ്രെയിൻ അല്ലെ, ഫ്രം ദ റിസെപ്റ്റർ റീജിയൻ. അപ്പൊ അഫറൻ ന്യൂറോൺ വഴി ത്രൂ ദ ഡോർസൽ റൂട്ട് ഗാംഗ്ലിയോൺ വഴി അത് സ്പൈനൽ കോഡിലേക്ക് എത്തിക്കും.
ഇനി സ്പൈനൽ കോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ദ ഗ്രേ മാറ്റർ ഇറ്റ് വിൽ ബി പ്രസന്റ് ഇൻ ദ center region, white matter it will be present in the peripheral region. നോക്കിക്കേ, വൈറ്റ് മാറ്റർ പെരിഫറിയിലും അതുപോലെ ഗ്രേ മാറ്റർ സെൻട്രലിലാണ് കാണിച്ചിട്ടുള്ളത്. ഇതിന് ഡോർസൽ റീജിയനും വെൻട്രൽ റീജിയനും ഉണ്ട് കേട്ടോ. ഡോർസൽ റീജിയൻ വഴിയാണ് എപ്പോഴും അഫറൻ ന്യൂറോൺ മെസ്സേജ് ഇവിടെ കൊണ്ടു കൊടുക്കുക. അപ്പോൾ ഇവിടെ മെസ്സേജ് കൊണ്ടു കൊടുക്കുന്ന ഈ ബ്ലൂ ലൈൻ ഉണ്ടല്ലോ, ബ്ലൂ ലൈൻ മെസ്സേജ് കൊണ്ടു കൊടുക്കുന്നതാണ് കേട്ടോ. അത് നോക്കിക്കേ, ഇത്തിരി ഫ്രണ്ടിലേക്ക് കയറി അതിൻ്റെ സെൻറ്റർ റീജിയനിൽ നമുക്ക് കാണാം അതൊരു ഡാർക്ക് പിങ്ക് കളറിൽ ഒരു ന്യൂറോണിലേക്ക് ആ മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഇന്റർ ന്യൂറോൺ. ഇത് നമ്മൾ ഇന്റർ ന്യൂറോൺ എന്ന് പറയും. ഈ ഇന്റർ ന്യൂറോൺ ഇറ്റ് വിൽ ഇന്റർപ്രിറ്റ് ദ ഡാറ്റ ആൻഡ് ഇറ്റ് ഗിവ്സ് ദ മെസ്സേജ്. അത് എവിടെ ഈ സ്പൈനൽ കോഡിലേക്ക് കൊടുക്കുന്നതെന്ന് അറിയാം. ഇപ്പം എൻ്റെ കാലിനാണ് പറ്റിയെങ്കിൽ കാലിൽ നിന്ന് വരുന്ന നെർവ് ഏറ്റവും അടുത്ത് എൻ്റെ സ്പൈനൽ കോഡ് എവിടെയാണോ അതിന് ടച്ച് ചെയ്യാൻ പറ്റുന്ന അവിടെ വെച്ചിട്ടായിരിക്കും ഈ ഡാറ്റ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് കേട്ടോ. സോ ഹിയർ ദ ഇന്റർ ന്യൂറോൺ ഇറ്റ് വിൽ പ്രോസസ് ദ ഡാറ്റ ആൻഡ് ഇറ്റ് വിൽ ഗിവ് ദാറ്റ് മെസ്സേജ് ടു ദ എഫറൻ ന്യൂറോൺ. എഫറൻ ന്യൂറോണിലേക്ക് മെസ്സേജ് കൊടുക്കും. അപ്പോൾ അത് ഈ എഫറൻ ന്യൂറോൺ താഴത്തേക്കൂടെ പോണ എഫറൻ ന്യൂറോണാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ദാറ്റ് എഫറൻ ന്യൂറോൺ ഇറ്റ് പാസസ് ദാറ്റ് മെസ്സേജ് ടു ദിസ് മസിൽ ആൻഡ് ഹിയർ motor end plate, that is the muscle or effector voluntary muscle junction is that motor end plate. Okay, അപ്പോൾ എഫറൻ പാത്വേ വഴി ഇതിങ്ങോട്ട് മോട്ടോർ എൻഡ് പ്ലേറ്റിലേക്ക് എത്തും. ആൻഡ് വി ക്യാൻ സി ദിസ് ഈസ് ഹാംസ്ട്രിങ് റീജിയൻ. ഹാംസ്ട്രിങ് റീജിയൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ അടിഭാഗത്തുള്ള ആ മസിലിലേക്ക് മെസ്സേജ് കൊടുക്കുന്നത് എപ്പോഴും ഇതുണ്ടോ, അഫറൻ ന്യൂറോൺ പോയിട്ട് ഇന്റർ ന്യൂറോണിൽ പ്രോസസ്സിങ് ചെയ്തിട്ട് പിന്നെ അത് എഫറൻ ന്യൂറോൺ വഴി കൊടുക്കുന്നത് കാലിൻ്റെ അടിഭാഗത്തുള്ള മസിലിലേക്കായിരിക്കും. ദാറ്റ് ഈസ് കോൾഡ് ആസ് ഹാംസ്ട്രിങ് മസിൽ. ഓക്കെ, ഇനി നോക്കിക്കേ, ഈ അടുത്ത പാത്വേ ഉണ്ടോ, സി ഹിയർ, ഇവിടുന്ന് ഇങ്ങോട്ട് തള്ളി നിൽക്കാത്ത ഇതിൻ്റെ ഇങ്ങോട്ട് ഈ നീല കളറിൽ വരുന്ന അഫറൻ ന്യൂറോൺ ഇറ്റ് വിൽ പാസ് ദ മെസ്സേജ് ടു നെക്സ്റ്റ് എഫറൻ ന്യൂറോൺ ഡയറക്ട്ലി. അവിടെ ഇന്റർപ്രിറ്റേഷൻ ഒന്നും ഇല്ല, ഡയറക്റ്റ് അത് എഫറൻ ന്യൂറോണിലേക്ക് മെസ്സേജ് കൊടുക്കും. ആ എഫറൻ ന്യൂറോൺ വന്നിട്ട് നമ്മുടെ ഈ കാലിൻ്റെ അടിഭാഗത്തേക്കല്ല മെസ്സേജ് കൊടുക്കുന്ന, മേൽഭാഗത്തേക്ക്. ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ ക്വാഡ്രീസെപ്സ് മസിൽ ഓഫ് ദ തൈ. ആ തൈ റീജിയനിലുള്ള ക്വാഡ്രീസെപ്സിലേക്കാണ് അതിൻ്റെ മെസ്സേജ് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് ത്രൂ ദ സിംഗിൾ എഫറൻ ന്യൂറോൺ. അവിടെ എന്ത് ഇല്ല, അത് അവിടെ ഒരു ഇന്റർ ന്യൂറോൺ ഇല്ല. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, റിഫ്ലെക്സ് ആക്ഷൻ നടക്കണമെങ്കിൽ ഒരു മിനിമം അഫറൻ ന്യൂറോണും എഫറൻ ന്യൂറോണും വേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇന്റർ ന്യൂറോൺ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. അപ്പൊ ഇവിടെ കൊടുത്തേക്കുന്ന ഈ ക്വാഡ്രീസെപ്സ് മസിൽസ് അതുപോലെ തന്നെ ഹാംസ്ട്രിങ് മസിൽ, ഇത് രണ്ടും ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ക്വാഡ്രീസെപ്സ് മസിൽ ആൻഡ് ഹാംസ്ട്രിങ് മസിൽ ഇത് ഒരിക്കൽ ചോദിച്ചതാണ്, ഇപ്പോഴൊന്നല്ല, കുറേ നാളുകൾക്ക് മുമ്പ്, അതായത് APMTക്ക് മുമ്പ് നീറ്റ് ഉണ്ടായിരുന്ന സമയത്ത് ചോദിച്ചതാണ്. അപ്പോൾ അതിനകത്ത് ഈ ക്വാഡ്രീസെപ്സ് മസിൽസിലേക്ക് മെസ്സേജ് കൊടുക്കുന്ന ന്യൂറോൺസ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ദാറ്റ് ഈസ് അഫറൻറ്റ് ആൻഡ് എഫറൻ ന്യൂറോൺസ് അലോൺ. ഇറ്റ് ദർ ഈസ് നോ ഇന്റർ ന്യൂറോൺ. ഇന്റർ ന്യൂറോൺ ഇറ്റ് ഈസ് ടേക്കിംഗ് പാർട്ട് ഇൻ ഗിവിംഗ് ദ മെസ്സേജ് ടു ദ ഹാംസ്ട്രിങ്സ് മസിൽ ദാറ്റ് ഈസ് പ്രസന്റ് ബിലോ ദാറ്റ് തൈ മസിൽ. അതായത് ആ മേലെയുള്ള കാലിൻ്റെ താഴത്തെ ഭാഗത്തേക്കുള്ള മസിലിലേക്ക് മെസ്സേജ് കൊടുക്കുന്നതാണ് അഫറൻറ്റും എഫറൻറ്റും അതുപോലെ ഇന്റർ ന്യൂറോണും. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു പെട്ടെന്നൊരു എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പെട്ടെന്നൊരു മൂവ്മെന്റിന് വേണ്ടിയിട്ടാണ് റിഫ്ലെക്സ് ആക്ഷൻ ഉണ്ടാകുന്നത്. ആ റിഫ്ലെക്സ് ആക്ഷൻ വന്നിട്ട് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ മാത്രമേ എത്തുന്നുള്ളൂ. അതായത് നമ്മുടെ ഏത് ഭാഗത്തു നിന്നാണോ അഫറൻ ന്യൂറോൺ വരുന്നത്, ആ അഫറൻ ന്യൂറോൺ ഈ സ്പൈനൽ കോഡിന്റെ ഏത് ഭാഗത്താണോ ഫസ്റ്റ് എൻ്റർ ചെയ്യുന്നത്, there it will be processed and it will give message to the efferent neuron either through the interneuron directly to the interneuron. ചിലപ്പോൾ അത് ഇന്റർന്യൂറോൺ വഴിയായിരിക്കും മെസ്സേജ് കൊടുക്കുക, അല്ലെങ്കിൽ ഡയറക്ട്ലി ടു ദ എഫറൻ ന്യൂറോൺ, അല്ലെങ്കിൽ ഡയറക്റ്റ് എഫറൻ ന്യൂറോണിലേക്കായിരിക്കും മെസ്സേജ് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന്, അതായത് നമ്മൾ ചിന്തിക്കുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ പൊള്ളുന്ന സാധനത്തിൽ കൈ വയ്ക്കുന്നതാണെങ്കിൽ നമുക്ക് അപ്പോഴത്തേക്കും കൈയൊക്കെ പൊള്ളിയിട്ടുണ്ടാവും അല്ലേ. അപ്പം ചിന്തിക്കുന്ന അത്രയും സമയമില്ലാതെ പെട്ടെന്ന് നമ്മൾ തൊടുന്നതും കൈയെടുക്കുന്നതും ഒക്കെ ഒരുമിച്ച് ആവത്തക്ക രീതിയിലാണ് റിഫ്ലെക്സ് ആക്ഷൻ നടക്കുക. അപ്പോൾ റിഫ്ലെക്സ് ആക്ഷനിൽ ശരിക്കും ഒരു അഫറൻ ന്യൂറോണും ഒരു എഫറൻ ന്യൂറോൺ എങ്കിലും വേണം. രണ്ടിനും ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അഫറൻ ന്യൂറോണും എഫറൻ ന്യൂറോൺ മാത്രമുള്ളത് message which is giving to the quadriceps muscle, and the afferent neuron, interneuron and efferent neuron, it is taking part in giving the message to the quadriceps muscle, hamstring muscle. Okay, അപ്പോൾ ഇത് രണ്ടും ഒന്ന് ഓർത്തിരിക്കണം. അത് സാധാരണ ചോദിക്കാറുള്ളതെന്നല്ല, ചോദിച്ചിട്ടുണ്ട്, പണ്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ അടുത്തെങ്കിലും ചോദിച്ചിട്ടില്ല.
So if you keep that in mind, it is easy also, right? പിന്നെ സ്പൈനൽ കോഡ് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ സ്പൈനൽ കോഡ് ന്യൂറോൺസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമുക്കറിയാലോ, വെർട്ടിബ്രൽ കോളത്തിൽ കൂടി അല്ലേ സ്പൈനൽ കോഡ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കുഴൽ പോലെ ആയിരിക്കും സ്പൈനൽ കോഡ് പാസ് ചെയ്യുന്നത്. ആ വെർട്ടിബ്രൽ കോളത്തിൻ്റെ ആ കുഴലിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റും അതിന് സെൻട്രൽ റീജിയൻ ഉണ്ടാവും. അതിൻ്റെ പെരിഫറൽ റീജിയനിൽ സെൻട്രൽ റീജിയനിലേക്ക് അതിൻ്റെ സെൽ ബോഡി ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. പെരിഫറൽ റീജിയനിലേക്ക് അതിൻ്റെ ആക്സോൺ ഇങ്ങനെ ഓവർ ഹാങ് ചെയ്തിട്ടായിരിക്കും നിൽക്കുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ വൈറ്റ് മാറ്റർ അതുകൊണ്ട് തന്നെ പുറത്തേക്കും ഗ്രേ മാറ്റർ ഉള്ളിലേക്കായിരിക്കും കാണുക അതിന്. ഓക്കെ, അതുപോലെ ഇതിനൊരു ഡോർസൽ റീജിയൻ ഉണ്ട്. ഡോർസൽ റൂട്ട് ഗാംഗ്ലിയോൺ ആണ് ശരിക്കും അഫറൻ ന്യൂറോണ്. അതൊക്കെ ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ. ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ സെൻട്രൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ പറ്റിയിട്ട് ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്തെങ്കിലും ഞാൻ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഏതെങ്കിലും ഒരു പോയിന്റ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു റീഡ് ദ ടെക്സ്റ്റ് ബുക്ക് ഓൾസോ വൺസ്. And if you have any doubts, you can comment the doubt. I'll try to clear it. Okay.